താങ്ക് യു സുരേഷ് ബാബുട്ട. സ്നേഹവീട് ഫൗണ്ടേഷൻ സ്ഥാപകൻ ശ്രീ MC റോബിൻ സാർ ചാലക്കുടിയിൽ ശ്രീ MA ചാക്കോ എലിയമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല, സ്നേഹവീടിന്റെ ഒരു സ്നേഹവികാരം കൂടിയാണ്. വേദിയിൽ ഇന്ന് നമുക്ക് അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാനുള്ളത് MCR എന്ന ബ്രാൻഡിനെ കേരള വസ്ത്രസങ്കല്പത്തിൽ ഒരു നാഴികക്കല്ലാക്കി മാറ്റിയ മഹത് വ്യക്തിത്വത്തെയാണ്. കേരള പാരമ്പര്യ വസ്ത്രലോകത്തും ലോക വസ്ത്ര വിപണന രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച MCR ധോത്തീസ് ആൻഡ് ഷർട്ടിന്റെ ചെയർമാനാണ് ശ്രീ റോബിൻ സാർ. നമ്മൾ കേട്ടിട്ടില്ലേ, ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന്. ആ വാക്യത്തെ തീർത്തും അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ ലിനി റോബിൻ. റിഷ്മ റോബിൻ, റിഷ്നി റോബിൻ, റോഷ്നി റോബിൻ എന്നിവരാണ് അദ്ദേഹത്തിന്റെ മക്കൾ. ദീർഘവീക്ഷണവും കാരുണ്യവും കഠിനാധ്വാനവും സ്നേഹമനസ്കതയും കൃത്യനിഷ്ഠതയും കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുകയും സ്നേഹവീട് എന്ന സ്നേഹ കുടുംബത്തിന്റെ ഒരു കൂട്ടുകുടുംബമായി ഒന്നു ചേർത്ത് നയിക്കുന്ന നമ്മുടെ താങ്ങും തണലും അഭിമാനവുമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വല്യേട്ടനുമായ റോബിനേട്ടനെ നിറഞ്ഞ സ്നേഹത്തോടെ നിറഞ്ഞ കൈയോടെയോടെ സ്വാഗതം ചെയ്യാം 10ാം ഓണാഘോഷ വേദിയിലേക്ക്. പൊന്നാട് അണിയിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ബഹുമാന പ്രസിഡന്റ് ശ്രീ AK രാധാകൃഷ്ണൻ അവர்களെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് സ്നേഹവീടിൻ്റെ 10ാം വാർഷികവും ഓണം സെലിബ്രേഷനും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വേദിയെ അലങ്കരിക്കുന്ന സ്നേഹവീട് പ്രസിഡന്റ് വെർട്ടെക്സ് രാധാകൃഷ്ണൻ ഏട്ടൻ അവരുടെ, സെക്രട്ടറി KS ചന്ദ്രൻ അവരുടെ, ഗജാൻജി SVL ബാബു അവരുടെ, വനിതാ വിംഗ് സെക്രട്ടറി സന്ധ്യ ബാബു അവരുടെ, നമുക്ക് വേണ്ടി നല്ല ഗസ്റ്റ് സ്പീച്ച് തരുവാൻ വന്നിരിക്കുന്ന കാർമൽ സ്കൂൾ ഫാദർ, പ്രിൻസിപ്പൽ ഫാദർ ആൻസൺ അച്ച, அடுத்து இங்கு சிறப்புரையாற்ற வரக்கூடிய மாவட்ட ஆட்சித்தலைவர் கந்தசாமி சார் அவர்களையும் സ്നേഹവീട് കുടുംബാംഗങ്ങളെയും കേരള സമാജം കുടുംബാംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്നേഹവീട് ഇത് ഒരു അസോസിയേഷൻ അല്ല, ഇതൊരു ക്ലബല്ല, ഇതൊരു സംഘമല്ല, പിന്നെ എന്താണ്? 70 കുടുംബങ്ങൾ ഒരേ മനസ്സോടും ഒരേ അഭിപ്രായത്തോടും ജാതിമത ഭേദമില്ലാതെ ഒറ്റ കുടുംബം പോലെ പ്രവർത്തിക്കുന്ന ഒരു വീടാണ്. അതാണ് സ്നേഹവീട്. ജീവിതത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സങ്കടങ്ങളും ഉണ്ടെങ്കിലും ഇവിടെയുള്ള മലയാളി സഹോദരങ്ങൾ ഒരു ചിട്ടയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും മക്കളെയും കുടുംബത്തെയും ഒരു നല്ല നിലയിൽ എത്തിക്കുവാൻ കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള തിക്കും തിരക്കിനിടയിലും ഒരു ആശ്വാസം കണ്ടെത്തുവാനും പരസ്പരം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പകരുവാനും നമ്മുടെ ടെൻഷനുകളെല്ലാം ഇറക്കി വയ്ക്കുവാനും ഉള്ള വേദിയാണ്, ഒരു കുടുംബമാണ് സ്നേഹവീട്. സമൂഹത്തിൽ വലിയ നിലയിലുള്ള ആളായാൽ പോലും അവർ ഈ സ്നേഹ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ നാം താഴ്ന്ന് ചെറുതാകണം എന്ന് നമ്മെ ഈ സ്നേഹവീട് പഠിപ്പിക്കുന്നു. ഒരാൾ മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ആശ്വസിപ്പിക്കാൻ ഈ സ്നേഹവീട് പഠിപ്പിക്കുന്നു. ഒരാളുടെ സന്തോഷത്തിലും
ഉയർച്ചയിലും ആനന്ദിപ്പിക്കാൻ ഈ സ്നേഹവീട് നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ വലിയവരോ ചെറിയവരോ എന്നില്ലാതെ എല്ലാവരും ഒരേ സമം എന്ന തോന്നൽ ഉണ്ടാക്കാൻ ഈ സ്നേഹവീട് നമ്മെ പഠിപ്പിക്കുന്നു. നാം എല്ലാവരും ആകാംക്ഷയോടെ സ്നേഹവീടിൻ്റെ 10ാം വാർഷികം ഇവിടെ വളരെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർഷിക ആഘോഷം എന്നാൽ എന്താണ്? അത് എന്തിനു വേണ്ടി നമ്മൾ നടത്തുന്നു? നമ്മുടെ സ്നേഹവീടിനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറയുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ 10ാം വാർഷികം ആഘോഷിക്കുന്നത്. ഈറോഡ് മലയാളികളുടെ ഏക മലയാളി സംഘടനയായ കേരള സമാജം, അത് നമ്മുടെ മാതൃ സംഘടനയാണ്. കേരള സമാജം നമ്മുടെ തറവാടാണ്. അതിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങളെയും സ്നേഹവീട് സ്നേഹത്തോട് അവരെ വെൽക്കം ചെയ്യുന്നു. ഇനി ഈ സ്നേഹവീട് എന്ന ആൽമരത്തെ നട്ടുപിടിപ്പിച്ച MK സുരേഷ് ബാബു, CS ദേവി, ശിവരാമൻ, KT വേലായുധൻ, വാസു സൂപ്പർ ബാബു, മധു, വിജയൻ എന്നിവരെയും ഈ സമയത്ത് സ്നേഹവീട് നന്ദിയോടെ ഓർക്കുന്നു. ഈ 10 വർഷങ്ങൾ സ്നേഹവീടിൻ്റെ നാഥന്മാരായി പ്രവർത്തിച്ച KT വേലായുധൻ, AK രവീന്ദ്രൻ, പ്രമോദ്, CV സുരേഷ് കുമാർ, G രവികുമാർ, AK രാധാകൃഷ്ണൻ അവர்களെയും നന്ദിയോടെ ഓർക്കുന്നു. കാര്യദർശികളായി പ്രവർത്തിച്ച CO രാമേന്ദ്രേട്ടൻ, വേണുഗോപാൽ, ജയശേഖർ, മധുസൂദനൻ, അനൂപ് കുമാർ, KS ചന്ദ്രൻ അവர்களെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഇന്ന് സ്നേഹവീടിന് 25 ലക്ഷത്തോളം കോർപ്പസ് ഫണ്ട് ഉണ്ട്. ഇത്രയും പണം നമുക്ക് സമാഹരിക്കാൻ സഹായിച്ച CS ദേവി അവர்களെയും മധു അവர்களെയും MK സുരേഷ് ബാബു അവர்களെയും മാത്രമല്ല ഖജാൻജിയായി പ്രവർത്തിച്ച PK സുരേഷ്, ബാലദാസ്, സോമസുന്ദരം, മോഹൻദാസ്, BK കൃഷ്ണൻകുട്ടി, SVL ബാബു എന്നിവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ സ്നേഹവീടിനെ കൂടുമ്പോൾ ഇൻപമുള്ള ഒരു സന്തോഷ കുടുംബമാക്കി മാറ്റിയെടുത്ത് കുടുംബ തലവികളായ പത്മിനി ഗംഗാധരൻ, ലളിത രവീന്ദ്രൻ, ജഗദീശ്വരി രവികുമാർ, ഹേമ കൃഷ്ണൻകുട്ടി, നീന രാജേഷ്, സുഗന്ധി വേണുഗോപാൽ, സന്ധ്യ ബാബു ഇവരെല്ലാം സ്നേഹവീട് എന്നെന്നും നന്ദിയോട് ഓർക്കുന്നു. സ്ഥാനമാനങ്ങൾ ഒന്നുമില്ലെങ്കിലും ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ ചേട്ടന്മാരെയും ചേച്ചിമാരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. സ്നേഹവീടിൻ്റെ സമ്പത്തും കരുത്തും നമ്മുടെ യുവതലമുറയും കുട്ടികളുമാണ്. അവരാണ് ഓരോ വർഷവും ഓണപ്പരിപാടികൾ വളരെ മനോഹരമാക്കുവാൻ നമുക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഈ 10 വർഷത്തെ ഞങ്ങളുടെ പരിപാടികളിൽ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് 25 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിക്കുകയും പിന്നീട് വന്ന വർഷത്തിൽ മാതാപിതൃവന്ദനം എന്ന ഒരു മനോഹരമായ പരിപാടിയും നടത്തുകയും ഉണ്ടായി. ഇതിനു പുറമെ ഞങ്ങൾ 5ഓളം ഉല്ലാസയാത്രകളിലും മെഡിക്കൽ ക്യാമ്പും സൂര്യ TVയിലും അമൃത TVയിലും അവാർഡ് ഷോകളിലും പങ്കെടുത്തു. വെള്ളപ്പൊക്ക കെടുതിയിലും കൊറോണ മഹാമാരിയിലും ബുദ്ധിമുട്ടിയവരെ സഹായിച്ചു. മെഡിക്കൽ മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തി. യുവജനങ്ങൾക്ക് വേണ്ടി 2 തവണ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തി. 6 വിവിധ സ്ഥലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ നടത്തി. നല്ല സിനിമകൾ വരുമ്പോൾ എല്ലാവരും ഒന്നു ചേർന്ന് ഈ ഒരേ കുടുംബമായി സിനിമകളും കാണാൻ പോകാറുണ്ട്. കാരുണ്യ പ്രവർത്തികളും നമ്മുടെ കുടുംബം ചെയ്തു വരുന്നു. പഠന സഹായങ്ങളും മെഡിക്കൽ സഹായങ്ങളും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും
നമ്മുടെ മനസ്സുകൾക്ക് വളരെയധികം ആനന്ദവും പകരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. വികലാംഗരായ 10 ദമ്പതികൾക്ക് വിവാഹം നടത്താനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അവരെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിച്ചു എന്നതാണ്. ഇതിനെല്ലാം വേണ്ടിയുള്ള സാമ്പത്തിക സഹായം സ്നേഹവീട് കുടുംബാംഗങ്ങൾ ആരോട് ചോദിച്ചാലും നിറഞ്ഞ മനസ്സോടെ സഹായിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. സ്നേഹവീടിന്റെ ഭാവി പരിപാടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത 11ാം വർഷം CA രാമേന്ദ്രൻ തലവയിൽ പ്രവർത്തിക്കുന്ന ടീമിനെയും 12ാം വർഷം CS ഡേവി അവരുടെ തലമയിൽ പ്രവർത്തിക്കുന്ന ടീമിനെയും അതുപോലെ 13ഉം 14ഉം കടന്ന് 15ാം വർഷം പ്രവർത്തിക്കാനിരിക്കുന്ന വിവേക് നമ്പീസൻ അവരുടെ ടീമിനെയും വളരെയധികം ബഹുമാനത്തോടും സ്നേഹത്തോടും ഞങ്ങൾ കാത്തിരിക്കുന്നു. 2030 വർഷത്തിൽ എത്തുമ്പോൾ വരെയുള്ള സ്നേഹവീടിന്റെ ഓരോ വർഷത്തെയും പ്ലാനും പദ്ധതികളും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും എല്ലാം ഞങ്ങൾ നേരത്തെ ഇപ്പോഴേ ആസൂത്രണം ചെയ്തു വച്ചിരിക്കുന്നു. സ്നേഹവീടിന്റെ ലക്ഷ്യം 100 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ 70 കുടുംബങ്ങൾ നിലവിലുണ്ട്. ഈ വർഷം 5 പുതിയ കുടുംബങ്ങളെ വളരെ സന്തോഷത്തോടെ ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന പുതുവർഷത്തിൽ സ്നേഹവീട്ടിലുള്ള എല്ലാ ഗ്രാൻഡ് പാരൻസിനെയും ഒന്നിച്ചു ചേർത്ത് ഒരു ആഘോഷ പരിപാടിയും ചെറുമക്കൾക്ക് അനുഗ്രഹം നൽകുന്ന ഒരു പരിപാടിയും ആസൂത്രണം ചെയ്തു വരുന്നു. അതിൻ്റെ അടുത്ത വർഷം വിവാഹ ജീവിതത്തിൻ്റെ 50ഉം 25 വർഷം പൂർത്തിയാക്കിയവർക്ക് ഒരു വ്യത്യസ്തമായ പരിപാടിയും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവസാനമായി ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ മറുവാക്കില്ലാതെ പ്രവർത്തിക്കുന്ന എൻ്റെ എല്ലാ ചേട്ടന്മാരെയും ചേച്ചിമാരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. സ്നേഹവീടിനെ നാം എല്ലാവരും ചേർന്ന് നന്നായി നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നു. അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ അതല്ല സത്യം. ഏതോ ഒരു ദൈവിക ശക്തിയാണ് സ്നേഹവീടിനെ നയിക്കുന്നത്. ഈ ദൈവിക ശക്തി എന്നെന്നും സ്നേഹവീട്ടിൽ ഉണ്ടാകട്ടെ, സ്നേഹവീടിനെ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.